തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ പ്രഖ്യാപനം. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ പടിയിറങ്ങിയതിന് പിന്നാലെ നിരവധി പേരുകളാണ് ഉയർന്നത്. എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP തിരഞ്ഞെടുത്തത് മുതിർന്ന നേതാവായ CP രാധാകൃഷ്ണനെയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് CP രാധാകൃഷ്ണൻ. 1957 ഒക്ടോബർ 20 തിരുപ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദമുണ്ട്. RSS, ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത്. 1974 ജനസംഘത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. 1996 തമിഴ്നാട് BJPയുടെ സെക്രട്ടറിയായി. 2004 മുതൽ 2007 വരെ BJP തമിഴ്നാട് ഘടകം പ്രസിഡൻ്റായിരുന്നു രാധാകൃഷ്ണൻ. ഇക്കാലത്ത് 93 ദിവസം നീണ്ടുനിന്ന 19,000 കിലോമീറ്റർ രഥയാത്രയും അദ്ദേഹം സംസ്ഥാനത്ത് നടത്തി. രാജ്യത്തിലെ നദികളെ ബന്ധിപ്പിക്കുക, ഭീകരത ഇല്ലാതാക്കുക, ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക, ലഹരി മരുന്നുകൾക്കെതിരെ പോരാട്ടം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യാത്ര. പിന്നീട് 2 പദയാത്രകൾ കൂടി അദ്ദേഹം നയിച്ചു. 1998 കോയമ്പത്തൂരിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 1999 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാലയളവിൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടെക്സ്റ്റൈൽസ് ചെയർമാനായിരുന്നു അദ്ദേഹം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായുള്ള പാർലമെൻ്ററി കമ്മിറ്റിയിലും ധനകാര്യത്തിനായുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരുന്നു. 2004 ഇന്ത്യയുടെ പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി അദ്ദേഹം UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. തായ്വാനിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിലും അദ്ദേഹം അംഗമായിരുന്നു. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു CP രാധാകൃഷ്ണൻ. എന്നാൽ പ്രവർത്തന ശൈലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആദ്യ മോദി മന്ത്രിസഭയുടെ സമയത്ത് കൊച്ചി ആസ്ഥാനമായ കയർ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ കയർ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2532 കോടി രൂപയിലെത്തിയത് രാധാകൃഷ്ണൻ ചെയർമാനായിരുന്ന സമയത്താണ്. 2020 മുതൽ 2 വർഷം കേരള BJPയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. 2023 ഫെബ്രുവരി 18 CP രാധാകൃഷ്ണനെ ജാർഖണ്ഡ് ഗവർണറായി നിയമിച്ചു. തെലങ്കാന ഗവർണറായും പുതുച്ചേരി ലഫ്റ്റനൻറ്റ് ഗവർണറായും അധിക ചുമതലയും വഹിച്ചു. 2024 ജൂലൈ 31 രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1 വർഷത്തിന് ശേഷം ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചു.